സ്തോത്രം. പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ബഹുമാനത്തോടെ സ്തോത്രം. ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസന്മാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രികാലം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ 5:18 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കാമല്ലോ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. ഈ തിരുവചനത്തിൽ അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അത് ഹെബ്രായ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഡയറക്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നിടത്തെല്ലാം എഴുതിയിരിക്കുന്നത് ഗിവിങ് താങ്ക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ വാക്യം തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇൻ എവരിതിങ് ഗിവ് താങ്ക്സ് ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് കൺസേണിങ് യു. ഹല്ലേലൂയ. അപ്പോൾ നാം എല്ലാ കാര്യത്തിനും നാം ദൈവത്തെ നന്ദി കരയറ്റിക്കൊണ്ടിരിക്കണം ദൈവത്തിന്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ പാസ്റ്റർ മാത്യു സാമുവൽ ദൈവത്തിന് ഒരുപാട് നേരം നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ എന്നിങ്ങനെ പറയുന്ന കേൾക്കുവാനിടയായി തീർന്നു. വളരെയധികം സന്തോഷം തോന്നി. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ സാധാരണക്കാരായ നമുക്ക് സ്തോത്രം ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്തോത്രം ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലാവില്ല. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി കരയറ്റുക. തിരുവചനത്തിൽ ഉടനീളം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലാണെങ്കിലും ന്യൂ ടെസ്റ്റ്മെൻറ്റിലാണെങ്കിലും ദൈവത്തിന് നന്ദി കരയറ്റുക അത് നമ്മുടെ ഒരു ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ അത് എന്ത് സർക്കംസ്റ്റാൻസിലാണെങ്കിലും ഹല്ലേലൂയ, നമ്മുടെ പ്രോവർട്ടിയിലാണെങ്കിലും നമ്മുടെ റിച്ചിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ടയേർഡ് അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശക്തിയുള്ള അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡൻറ്റിൽപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇനി എക്സ്ട്രീം ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ വളരെ മോശമായ വെതറിലാണെങ്കിലും അല്ലെങ്കിൽ നാം ഒരു ക്യാപ്റ്റീവ് പോലുള്ള അവസ്ഥയിലാണെങ്കിലും വി മസ്റ്റ് ഹാവ് ടു ഗിവ് താങ്ക്സ് ടു ഗോഡ്. ഹല്ലേലൂയ. യേശുവിനെ നമ്മൾ ഓർക്കാമല്ലോ. യേശുവിനെ പോലെ കൈകൾ രണ്ടുകളിലും ആണി തറച്ചിരിക്കുക. ഹല്ലേലൂയ. കാലുകൾ കൂട്ടിച്ചേർത്ത് ആണി തറച്ചിരിക്കുക. ഹല്ലേലൂയ. അവൻ്റെ തലയിലൂടെയും ശരീരത്തിലൂടെയും രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുക. അവൻ്റെ കണ്ണിൻ്റെയും അവൻ്റെ ശരീരത്തിൻ്റെ ഒക്കെ ഞരമ്പുകളിൽ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അവൻ്റെ നാവ് സ്വതന്ത്രമാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നാവെടുത്ത് സംസാരിക്കാൻ കഴിയില്ല. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിക്കഴിഞ്ഞാൽ എല്ലാ ഞരമ്പുകളിൽ നിന്നും രക്തം വാർന്നൊഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവയവങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല. തളർന്ന് കിടക്കുന്ന നാവിനെ അവൻ ശക്തിയോടെ ഉയർത്തുവാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നത് പിതാവേ എന്ന് വിളിക്കുകയാണ് ചെയ്ത്. ഹല്ലേലൂയ. ആ യേശുവിനെ പോലെ ഹല്ലേലൂയ വായ് തുറക്കുവാൻ കഴിയാതെ ശക്തിയില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോഴും ദൈവമേ നന്ദി, പിതാവേ നന്ദി എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ ഹല്ലേലൂയ അതാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. ദാവീദ് പറയുന്നു ഹല്ലേലൂയ 100-ാം സങ്കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങൾ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിന്. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിന്. അവിടെ സ്തോത്രം ചെയ്തു എന്ന് പറഞ്ഞ ഇരിക്കുന്ന ഇടത്തെല്ലാം അവന് താങ്ക്സ് അർപ്പിക്കുക, നന്ദി പറയുക എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാഥമികമായ കടമ എന്താണെന്ന് ചോദിച്ചാൽ ദാവീദ് പറഞ്ഞതുപോലെ ദൈവത്തിന് നന്ദി കരയറ്റുക. ഹല്ലേലൂയ. ആമീൻ. പ്രഭാതം മുതൽ സന്ധ്യങ്കൽ വരെ നാം കിടന്ന് ഉറങ്ങുന്ന ആ സമയം വരെയും ദൈവത്തിന് നന്ദി കരയറ്റുന്നവരായി തീരണം. അതാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഓരോ വ്യക്തികളുടെയും പ്രാഥമികമായ കടമ. ഹല്ലേലൂയ. 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 ദാവീദ്
അവൻ്റെ എല്ലാ സങ്കീർത്തനത്തിലും ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഹാലേലുയ, നന്ദി കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹാലേലുയ, അത് ഈവൻ ദാവീദ് എപ്പോഴും നന്ദി പറയുന്നു. ഈവന് when he was going through the trials and the tribulations, hallelujah, and he was getting so many doubts and he was getting so many blames on him, hallelujah. His wife got doubt on him, hallelujah, and അവനെ കുറിച്ച് ഒരുപാട് ബ്ലെയിമുകൾ കേട്ടിരുന്നു. ആ സന്ദർഭത്തിലൊക്കെയും ദാവീദ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവേ, ഈ ബ്ലെയിം ഞാൻ കേൾക്കുന്നതിന്, ഹല്ലേലൂയ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെക്കുറിച്ച് ദോഷം പറയുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ, ഹല്ലേലൂയ. അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ സകല കാര്യത്തിലും ദൈവത്തെ നന്ദി കരയേറ്റിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, നാമും ദൈവത്തെ നന്ദി കരയേറ്റുന്നവരായി തീരണം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 16:25 അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതൊരു ഡിഫിക്കൽട്ട് ടൈം ഇൻ ജയിലായിരുന്നു പൗലോസിനെ ശീലാസിനെ സംബന്ധിച്ച്. ഹാലിൽ അതൊരു സാധാരണ ഒരു ജയിൽ പുള്ളിയുടെ ഒരു അവസ്ഥയായിരുന്നില്ല. പൗലോസും ശീലാസും എന്താണ് ചെയ്തത്? പൗലോസും ശീലാസും ചെയ്തത്, ഹാലേലുയ, അവൻ ഹാലേലുയ ഒരു വെളിച്ചപ്പാടത്തിയായി നടന്നിരുന്ന, അല്ലെങ്കിൽ പിശാച് ബാധിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അവളിലുണ്ടായിരുന്ന പിശാചിനെ യേശുവിൻ്റെ നാമത്തിൽ പുറന്തള്ളുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു നല്ല പ്രവൃത്തി, ഒരു സാധുവായ ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ സാത്താൻ്റെ കയ്യിൽ നിന്ന് അവൾക്കൊരു വിടുതൽ, അവൾക്കൊരു റിലീസ് കൊടുക്കുവാൻ പൗലോസ് ശ്രമിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ പൗലോസും ശീലാസും ആ സാധുവായ സ്ത്രീയെ സ്വതന്ത്രയാക്കുകയാണ് ചെയ്തത്. പക്ഷേ അവൾ മുഖാന്തരം ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്നവര്, ഹല്ലേലൂയ, അവൾ വെളിച്ചപ്പാടത്തിയുടെ രൂപത്തിൽ ലക്ഷണവിദ്യ പറയുകയൊക്കെ ചെയ്ത് അവൾ മുഖാന്തരം ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വളരെ ദോഷകരമായി ബാധിച്ചു. അങ്ങനെ അവര് പൗലോസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചും ദോഷമായത് പറയുവാനിടയായി തീർന്നു. ഇവർ ഈ ദേശത്തിൻ്റെ നിയമങ്ങളെ മറിച്ചു കളയുവാൻ നടക്കുന്നവര്, യഹൂദ മതത്തിന് എതിരെ പ്രസംഗിച്ച് നടക്കുന്നവര്, ഇവര് ഹല്ലേലൂയ ദോഷം ചെയ്യുന്നവര് എന്നും പറഞ്ഞ് അവരെ അടിപ്പിക്കുകയും വളരെ കോലുകൊണ്ട് അടിപ്പിക്കുകയും അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. കാരാഗൃഹത്തിൽ എങ്ങനെയാണ് അടച്ചത്? അവരുടെ കാലിന് ആമമിട്ടാണ് അവരെ കാരാഗൃഹത്തിൽ അടച്ചത്. ഹല്ലേലൂയ. വളരെ മോശമായ ഒരു അവസ്ഥ. അവരുടെ ശരീരം അടികൊണ്ട് ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, നീറി പുകയുന്ന അവസ്ഥ. അവരെ ചാണാൻ മെഴുകിയ തറയിൽ കിടത്തി അവരുടെ കാലിന് ആമവും ഇട്ടു. ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ അവരെ പൂട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ കാരാഗൃഹത്തിൽ അവര്, ഹല്ലേലൂയ, ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ അവര് പ്രയാസപ്പെട്ട് കിടക്കുക. ഹല്ലേലൂയ. അവർക്ക് വേണമെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്രകാരം ചിന്തിക്കാൻ, ദൈവമേ, നിനക്ക് വേണ്ടി അല്ലയോ ഞങ്ങൾ ഈ പ്രവൃത്തിയെല്ലാം ചെയ്തത്, എന്നിട്ട് വന്ന് അനുഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ, ഞങ്ങൾ ഈ അടികളെല്ലാം കൊള്ളുകയും ചെയ്തു, ഒരു കാര്യമില്ലാതെ ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്തില്ല, ഞങ്ങൾ നന്മയല്ലാതെ ഒന്നും ചെയ്തില്ല, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തു, നിന്റെ നാമം പറഞ്ഞപ്പോൾ പിശാച് വിട്ടുപോയി. ഹല്ലേലൂയ, ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. പക്ഷേ ഞങ്ങളെ ഇവർ ഉപദ്രവിച്ചു, കാരാഗൃഹത്തിലാക്കിയിരിക്കുന്നു. ഞങ്ങൾക്കിനി നാളെ എന്തു വരാൻ പോകുന്നു? ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയില്ലയോ? അവരെന്ത് ചെയ്യും? അങ്ങനെ പല കാര്യങ്ങളും നമുക്കിങ്ങനെ ചിന്തിച്ച് നമ്മൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലായിരിക്കും. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ ഈ പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്ത് they were in a difficult time in the jail after being beaten. Hallelujah. പക്ഷേ അവര് ദൈവത്തെ നന്ദിയോട് സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി കരേറ്റുന്നു, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് നിനക്ക് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഞങ്ങൾ ഈ അവസ്ഥ അനുഭവിച്ചതുകൊണ്ട് അവിടെ ഒരു വിടുതൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് കർത്താവേ നിന്നോട് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല. ഇത് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അവർ പാടി സ്തുതിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തോട് നന്ദി കരേറ്റിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവർക്ക് ദൈവത്തോട് അവർ ചോദിച്ചില്ല, ദൈവമേ, ഞങ്ങൾ ഇതിനകത്തു നിന്ന് വിടുവിക്കുക കർത്താവേ, ഞങ്ങളെ അറസ്റ്റ് ചെയ്തവരെ കർത്താവെ നീ കാണുന്നുവല്ലോ എന്നൊന്നും അവർ ചോദിച്ചില്ല. അവർ പറഞ്ഞു കർത്താവിന് നന്ദി കരേറ്റിക്കൊണ്ടിരുന്നു. അവർ നന്ദി കരേറ്റിക്കൊണ്ടിരുന്നപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് വന്നത്? ഹല്ലേലൂയ. അവർക്ക് വിടുതൽ ലഭിക്കുവാനിടയായി തീർന്നു. They got deliverance and salvation
to the jailer also. Hallelujah. അവർക്ക് വിടുതൽ ലഭിച്ചു എന്ന് മാത്രമല്ല, ആ ജയിലറുടെ കുടുംബത്തിന് സാൽവേഷൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും ഇടയായി തീർന്നു. വളരെ മിറാക്കുലസ് ആയ ഒരു ഡെലിവറൻസ് ആണ് അവർക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. അതാണ് ദൈവത്തെ നാം നന്ദിയോട് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാതെ നമ്മുടെ പരാതികൾ, കർത്താവേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പൗലോസും ശീലാസും ചെയ്തത് അതാണ്. കർത്താവിനെ അവർ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തി അവിടെ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് അവർ ഫോക്കസ് ഫ്രം പ്രോബ്ലംസ് ടു എ ഗോഡ്സ് പവർ. ഹല്ലേലൂയ. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾ ആ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കാണുവാൻ കഴിയും. എപ്പോഴ് നാം ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാണെങ്കിൽ, നാം ദൈവത്തെ പാടി സ്തുതിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് അവർ ഫോക്കസ് ഫ്രം പ്രോബ്ലംസ് ടു ഗോഡ്സ് പവർ. ഹല്ലേലൂയ. അതാണ് നാം ദൈവത്തെ നന്ദി കരയറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തത്, രണ്ടാമത്തത്, when we give thanks to God, He gave provisions. Hallelujah. അന്നത്തേക്കുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ എപ്പോഴും നന്ദിയോടെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, 5000 പേരെ ഫീഡ് ചെയ്യുവാൻ ഇടയായി തീർന്നു. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. മർക്കോസ്, മത്തായി, ലൂക്കോസ് എല്ലാം സുവിശേഷങ്ങളിലും അത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. മർക്കോസിന്റെ 6:38 അത് എഴുതിയിട്ടുണ്ട്. 5 അപ്പവും 2 മീനും ആണ് അവർക്കാകെ ഉണ്ടായിരുന്നത്. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കണം. 5000 പുരുഷന്മാര്, ബാക്കി സ്ത്രീകളും കുട്ടികളുമുണ്ട്. ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചു, യേശു ചോദിച്ചു, എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? 5 അപ്പവും 2 മീനേ ഉള്ളൂ, അതിങ്ങ് കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക. കർത്താവ് അതിനെയും വാങ്ങിച്ചു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ 5000 ചില്ലുവാൻ വരുന്ന ജനങ്ങൾക്ക് അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുവാൻ ഈ 5 അപ്പവും 2 മീനുമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? ഇത് 5000 ഉറുമ്പുകൾക്ക് പോലും ഇത് മതി വരികയില്ല. കർത്താവേ, നിന്റെ കയ്യിൽ സകലതും ഇരിക്കുന്നു. കർത്താവേ, ഇതിനൊന്ന് വാഴ്ച തരണമേ എന്ന് പറഞ്ഞ് കർത്താവ് അതിനെ വാഴ്ച നുറുക്കി ശിഷ്യന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുവിന്. അവർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് 5000 പേര് തിന്ന് തൃപ്തരായി 12 കൊട്ട നിറച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവത്തോട് നന്ദി കരറ്റി, ഹല്ലേലൂയ, കർത്താവ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് നന്ദി കരറ്റി, കർത്താവേ, ഈ 5 അപ്പവും 2 മീനും നീ തന്നതോർത്ത് നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ഹല്ലേലൂയ, അത് അനേകർക്ക് തൃപ്തി വരുത്തുവാൻ ഇടയായി തീർന്നു. കൂടാതെ ബാക്കി വരുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ഗിവ് താങ്ക്സ് ഇൻ ഹീലിംഗ്. ഹല്ലേലൂയ. രോഗസൗഖ്യം വരുമ്പോഴും നാം ദൈവത്തോട് നന്ദി കരയറ്റണം. ഹല്ലേലൂയ. ലൂക്കോസ് 17:11 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ, ഹല്ലേലൂയ, അവിടെ 10 കുഷ്ഠരോഗികളെ യേശുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ദൈവത്തോട്, യേശുവിനോട് നിലവിളിച്ചു, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് അവർ നിലവിളിച്ചു. ഹല്ലേലൂയ. കർത്താവ് മനസ്സലിഞ്ഞു, അവർക്ക് സൗഖ്യം കൊടുത്തു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിക്കുവാൻ, നിങ്ങളുടെ ശരീരത്തെ കാണിക്കുവാൻ പറഞ്ഞു. അവർ പോകുന്ന വഴിയിൽ തന്നെ അവർക്ക് സൗഖ്യം വന്നു. എന്നാൽ അതിൽ ഒരുവന് ഓടി കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവിനോട് നന്ദി കരയറ്റിക്കൊണ്ട്, കർത്താവേ, നന്ദി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് അവൻ കർത്താവിൻ്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ. അവൻ ആരെന്ന് ദൈവം നോക്കിയപ്പോൾ അവനൊരു ശമരിയക്കാരനാണ്. ദൈവത്തിൻ്റെ കണ്ണ് നിറഞ്ഞു കാണണം. ഹല്ലേലൂയ. ബാക്കിയുള്ളവരൊക്കെയും, ഹല്ലേലൂയ, തൻ്റെ സ്വന്തം ഭവനത്തിൽപ്പെട്ടവര് അവർ അതുപോലെ അങ്ങ് നടന്നുപോയി. എന്നാൽ ഈ ശമരിയക്കാരൻ ഓടി വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ആ ശമരിയക്കാരനെ കുറിച്ച് കർത്താവ് അതിനകത്തൊരു കമന്റ് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ വിശ്വാസം, അവൻ്റെ നന്ദി, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് കർത്താവോട് പറഞ്ഞിരിക്കുന്നു. മറ്റാരിലും കാണാത്ത ഒരു വിശ്വാസവും ഒരു നന്ദിയും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആ ശമരിയക്കാരൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ രോഗസൗഖ്യം, രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ, കർത്താവേ, നിനക്ക് നന്ദി, കർത്താവേ, നിനക്ക് നന്ദി. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും, പ്രത്യേകിച്ച് ഹല്ലേലൂയ, BRC സഭയിൽ തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന, രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന, ശരീരമായി
ക്ഷീണത്തിലായിരിക്കുന്ന, മറ്റുള്ള രോഗത്തിലായിരിക്കുന്ന എല്ലാ രോഗികളെയും ഓർത്ത് ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, അതിന്നൊരു വിടുതലാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. എല്ലാ രോഗസൗഖ്യങ്ങളും ദൈവമേ അവിടുന്ന് നടത്തുന്നവനായതിനാൽ ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അടുത്ത നാലാമത്തെ കാര്യം, താങ്ക്സ് ഗിവിങ് ഹോണേഴ്സ് ഗോഡ്. ദൈവത്തെ നാം മാനിക്കുന്നു. നാം താങ്ക് ഗിവിങ് ചെയ്യുമ്പോൾ നാം ദൈവത്തെ അറിയുന്നു. അക്നോളജ് ഗോഡ്സ് സോവറിനിറ്റി ആൻഡ് ഗുഡ്നസ്. നാം ദൈവത്തോട് നന്ദി കരയറ്റുമ്പോൾ അവൻ്റെ ശക്തി നാം കാണുന്നു, അവൻ്റെ ആ പവർ നാം അനുഭവിക്കുന്നു. ഹല്ലേലൂയ. അഞ്ചാമത്തത്, താങ്ക്സ് ഗിവിങ് കൾട്ടിവേറ്റ്, ഹല്ലേലൂയ, കണ്ടന്റ്മെന്റ്. ഹല്ലേലൂയ. നാം താങ്ക്സ് ഗിവിങ് ചെയ്യുമ്പോൾ, ദൈവത്തോട് നന്ദി കരയറ്റുമ്പോൾ നമുക്ക് ഒരു കണ്ടന്റ്മെന്റ്, ഒരു സംതൃപ്തി നമുക്ക് വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ദൈവത്തോട് നന്ദി കരയറ്റുമ്പോൾ നമുക്കെപ്പോഴും ഒരു സംതൃപ്തി വരുവാൻ ഇടയായിത്തീരുന്നു. ഫിലിപ്പിയൻസ് 4:6-7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു അത്. ഫിലിപ്പിയൻസ് 4:6-7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തെ അറിയിക്കാത്രേ വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന, ബി കെയർഫുൾ ഫോർ നത്തിങ് ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻസ് വിത്ത് താങ്ക്സ് ഗിവിങ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ അൺടു ഗോഡ്. ഹല്ലേലൂയ. താങ്ക്സ് ഗിവിങ്ങോട് കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും നാം ദൈവത്തെ അറിയിക്കാത്രേ ചെയ്യേണ്ടത് എന്ന് അവിടെയും എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുന്നത്. ഹല്ലേലൂയ. നാം നന്ദി പറയുമ്പോൾ അത് നമ്മുടെ ആ ചിന്തകൾക്ക്, നാം ചിന്തിക്കുന്ന ചിന്തകൾക്ക് ഒരു മാറ്റം വരികയാണ്. എന്ന് പറഞ്ഞാൽ വി ആർ ഫോക്കസിങ് ഓൺ വാട്ട് വി ഹാവ്, എന്നാൽ അതിനേക്കാൾ അധികമായിട്ട് വാട്ട് വി ഡു നോട്ട് ഹാവ്, നമുക്കുള്ളതിനെ ഓർത്തല്ല നാം ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് ഇല്ലാത്തതിന് നാം ഫോക്കസ് ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഹെൽപ്പ് us to focus on what we have rather than what we lack. ഹല്ലേലൂയ. നമുക്കില്ലാത്തതിനെ നമുക്കത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഉള്ളതിനെക്കുറിച്ച് നാം ഫോക്കസ് ചെയ്തിരിക്കുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു കുറവുള്ളത് കൊണ്ട് ദൈവം അതിനെ കുറവാക്കി മാറ്റാതെ അതിനെ സമൃദ്ധിയായി നമ്മളെ നടത്തുന്ന ആ ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അടുത്തായിട്ട്, താങ്ക്സ് ഗിവിങ് ലീഡ്സ് ടു ജോയ് ആൻഡ് പീസ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രോവർബ് ഉണ്ടല്ലോ. ഹല്ലേലൂയ. എ താങ്ക്ഫുൾ ഹാർട്ട് ഈസ് എ ജോയ്ഫുൾ ഹാർട്ട് എന്ന്. ഹല്ലേലൂയ. ഗ്രാറ്റിറ്റ്യൂഡ് അലൈൻസ് അവർ പെർസ്പെക്റ്റീവ് വിത്ത് ഗോഡ്സ് എറ്റേണൽ പർപ്പസ്. ഹല്ലേലൂയ. അപ്പോൾ താങ്ക്സ് ഗിവിങ് നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആ എറ്റേണൽ പർപ്പസിനോട് നമുക്ക് യോജിച്ച് പോകുവാൻ ഒക്കും. ഹല്ലേലൂയ. അതുപോലെ ഇനി അടുത്ത 7ാമതായി കാര്യം, താങ്ക്സ് ഗിവിങ് ഈസ് നോട്ട് ഓപ്ഷണൽ. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ, ഇറ്റ് ഈസ് എ മാൻഡേറ്ററി. ഹല്ലേലൂയ. വി ഹാവ് ടു ഗിവ് താങ്ക്സ് ഗിവിങ് ടു ഗോഡ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ കമാൻഡ്. ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ്. ഹല്ലേലൂയ. കൊലോസ്യൻസ് 3:17. ആൻഡ് വാട്ട്സോഎവർ യു ഡു ഇൻ വേർഡ് ഓർ ഡീഡ് do all in the name of the Lord Jesus, giving thanks to God and the Father by him. Hallelujah. ആ ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ് താങ്ക്സ്. ദൈവത്തിന് താങ്ക്സ് ചെയ്യണം, ദൈവത്തിന് താങ്ക്സ് ഗിവിങ് കൊടുക്കണം, താങ്ക്സ് ഗിവിങ് കരയറ്റണം. അത് ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെ ഒരു കമാൻഡ്, അല്ലാതെ അത് ഓപ്ഷണൽ അല്ല. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട എന്നുള്ളതല്ല. അത് മാൻഡേറ്ററി ആയിട്ട് നാം ദൈവത്തിന് താങ്ക്സ് ഗിവിങ് ചെയ്യേണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ കേട്ട വചനത്തിൽ നിന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ നമുക്ക് പ്രായോഗികമായി ചെയ്യേണ്ടതായ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഹാലേലുയ. ഒന്ന്, ഹാലേലുയ, നമ്മളിത് ദൈവത്തിന് താങ്ക്സ് ഗിവിങ് കൊടുക്കുക എന്നുള്ളത് ഡെയിലി ഒരു ഹാബിറ്റാക്കി നമ്മൾ മാറ്റണം. എവരി പ്രയർ വിത്ത് താങ്ക്സ് ഗിവിങ്. നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നിനക്ക് നന്ദി, അത് പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിക്കുക. ഹല്ലേലൂയ. മേക്ക് ഡെയിലി ഹാബിറ്റ് എവരി പ്രയർ വിത്ത് താങ്ക്സ് ഗിവിങ്. അടുത്തതായിട്ട് കീപ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ടു റൈറ്റ് ഡൗൺ ദ ബ്ലെസ്സിങ്സ് റിസീവ്ഡ് ഈച്ച് ഡേ. നമ്മളൊരു ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഹെഡ്ലൈനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നിന്ന് എഴുതാം. അതിൻ്റെ താഴെ ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടും കൊണ്ട് ഹല്ലേലൂയ നമ്മൾക്ക് ഓരോ ദിവസവും ലഭിച്ച നന്മകൾ, നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം വരെയും ദൈവം നമ്മൾക്ക് ചെയ്ത ഓരോ നന്മകൾ. ഇന്ന് പകൽക്കാലം നമ്മൾ എഴുന്നപ്പോൾ എത്രയെല്ലാം സ്ഥലത്ത് യാത്ര ചെയ്തു, എവിടെയെല്ലാം അപകടങ്ങൾ നടന്നു, ദൈവം എന്നെ കാത്തില്ലേ. ഇന്ന് എത്രയോ പേര് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചില്ലേ. ഇന്ന് എത്രയോ പേർക്ക് നല്ല വസ്ത്രമിടാൻ ഇല്ലായിരുന്നു, പ്രയാസപ്പെട്ടു. ഹാലേലുയ. പക്ഷെ എനിക്ക് അതുണ്ടായിരുന്നില്ലേ. ഞാൻ ദൈവത്തോട് നന്ദി പറയണ്ടേ. ഹാലേലുയ. ദിവസവും എപ്പോഴും ഹാലേലുയ. ഇന്ന് ഞാൻ ഭക്ഷണം പാചകം ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് തിളച്ച എണ്ണ തെറിച്ച് എൻ്റെ ദേഹത്ത് വീഴാമായിരുന്നു. വീണോ? വീണില്ല. അതുപോലെ തിളച്ച ചോറ് ഊറ്റിയപ്പോൾ ആ തിളച്ച വെള്ളം എൻ്റെ ദേഹത്ത് വീഴാമായിരുന്നു. വീണോ? വീണില്ല. ഇന്ന് കാറ്റടിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ മേൽക്കൂര ഇളകാമായിരുന്നു. ഇളകിയില്ല. ദൈവത്തോട് നന്ദി, ദൈവമേ നന്ദി, സകലതിനും നന്ദി. ഇന്ന് 7:30 ആയപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുവാൻ എന്നെ നീ അനുവദിച്ചില്ലേ. നന്ദി കർത്താവേ. എനിക്ക് നടക്കാൻ വയ്യായിരുന്നുവെങ്കിൽ, എനിക്ക് സംസാരിക്കാനും വയ്യായിരുന്നുവെങ്കിൽ എനിക്ക് എങ്ങനെ വന്നിരിക്കാൻ കഴിയുമായിരുന്നു. നന്ദി കർത്താവേ. അങ്ങനെ ഓരോ സമയവും വെച്ച്, ഓരോ ദിവസവും ഓരോ സമയവും വെച്ച് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമുക്ക് എഴുതുവാൻ കഴിയണം. ഹല്ലേലൂയ. അടുത്ത മൂന്നാമതായിട്ട് താങ്കിങ് പീപ്പിൾ ഫോർ ദെയർ കോൺട്രിബ്യൂഷന്. നമുക്ക് ചുറ്റുമുള്ള ജനങ്ങൾ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമീപത്ത്, നമ്മുടെ സഭകളിൽ, സമൂഹത്തിലൊക്കെ കാണുന്ന ജനങ്ങൾ നമ്മൾക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷന് അവർക്ക് നന്ദി പറയാൻ മടിക്കരുത്. ഹല്ലേലൂയ. നമുക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ താങ്ക് യു. അതുപോലെ നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് തന്നാൽ നന്ദി പറയണം, അവരോട് താങ്ക് യു പറയണം. ഹല്ലേലൂയ. അത് നമ്മുടെ സ്വഭാവത്തിൽ അത് പഠിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് മലയാളികൾ അത് വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷുകാർ സകലതിനും നന്ദി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളും ആ ഒരു സ്വഭാവം നമ്മൾ പഠിക്കണം. എല്ലാ കോൺട്രിബ്യൂഷനും താങ്കിങ് പീപ്പിൾ ഫോർ ദെയർ കോൺട്രിബ്യൂഷന്. അവർ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവർ ഹല്ലേലൂയ ഒരു പേന എഴുതാൻ തന്നാൽ, അവരേതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നാൽ താങ്ക് യു എന്ന് പറയാൻ നമ്മൾ മടിക്കുന്നവരായി തീരരുത്. ഹല്ലേലൂയ. അതുപോലെ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ നന്ദി, ഇത് സ്പ്രെഡ് പോസിറ്റിവിറ്റി ആൻഡ് സ്ട്രെങ്തൻ ദ റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ നന്ദി പറയുന്നവർ, നമ്മൾ എല്ലാവരോടും പരസ്പരം നന്ദിയുള്ളവരായി തീരുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജിയായി മാറുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. സമൂഹത്തിൽ അത് ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, നാം അവരോട് താങ്ക് യു പറയുമ്പോൾ, അവർ നമ്മളോട് താങ്ക് യു പറയുമ്പോൾ, നാം അവരോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ, അവർ നമ്മളോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ സമൂഹത്തിൽ ഒരു പോസിറ്റീവ് എനർജി വരുവാൻ ഇടയായി തീരും. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായി കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പരസ്പരം മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു ശക്തി ഉണ്ടാവും. അപ്പോൾ അവിടെ ഹല്ലേലൂയ ജാതികൾ തമ്മിലുള്ള സ്പർദ്ധ വരികയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്പ്രെഡ് പോസിറ്റിവിറ്റി ആൻഡ് സ്ട്രെങ്തൻ ദ റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. നമ്മൾ നാലാമതായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരുടെ നന്ദി പറയാൻ മറക്കരുത്. നമ്മെപ്പോഴും നന്ദിയുള്ളവരായി തീരണം. ഹല്ലേലൂയ. അവർ നമ്മളെ എന്തെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിൽ പോലും, നമ്മളൊരു കാര്യം ചോദിച്ചിട്ട് അവർ ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ താങ്ക് യു പറയണം. ഹല്ലേലൂയ. എന്നെങ്കിൽ മാത്രമേ അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് മാറുവാൻ ഇടയായി തീരുള്ളൂ. ഹല്ലേലൂയ.
ഈവൻ ലൈഫ് ഈസ് ഹാർഡ്, താങ്ക് ഗോഡ് ഫോർ ഹിസ് പ്രസൻസ്. നമ്മുടെ ജീവിതം വളരെ ഹാർഡായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും, രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ, ശത്രുക്കളായ മനുഷ്യർ നമ്മളെക്കുറിച്ച് ദോഷങ്ങൾ പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിച്ച് നടക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹം ലഭിക്കാതെ വരുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അതൊരു ഹാർഡായിട്ടുള്ള വളരെ പ്രയാസപ്പെട്ട ഒരു അനുഭവത്തിൻ്റെ വഴിയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു അവസരത്തിലും ഹല്ലേലൂയ ദൈവത്തോട് നന്ദി പറയണം. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഏതൊരവസ്ഥയിലാണെങ്കിലും ഹി വാസ് വിത്ത് us, ഹിസ് പ്രസൻസ് ഈസ് വിത്ത് us all the time. ഹല്ലേലൂയ. നാം സമുദ്രത്തിൻ്റെ അടിയിലാണെങ്കിലും നാം വിചാരിക്കും 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ആഴമുള്ള സമുദ്രത്തിൻ്റെ അടിയിൽ ആര് നമ്മെ കാണും? ദൈവം നമ്മളെ കാണുന്നുണ്ട്. നാം അങ്ങ് ഹല്ലേലൂയ 14-20 മൈൽ ദൂരെ ആകാശത്തിലാണെങ്കിലും who is seeing us? Our God is seeing us. ഹല്ലേലൂയ. അവൻ്റെ പ്രസൻസ് നമ്മളോടുണ്ട്. അതുകൊണ്ട് അവന് നന്ദി കരയറ്റുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം കഴിഞ്ഞ ആഴ്ചയിൽ താങ്ക്സ് ഗിവിങ് ആചരിക്കുവാനിടയായി തീർന്നു. അത് വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ആചാരമാണ്. ഹല്ലേലൂയ. അതിലൊരു തെറ്റുമില്ല. ദൈവത്തോട് നന്ദി പറയുന്നത് നമ്മുടെ തിരുവചന പ്രകാരം വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് ഒരു വർഷത്തിൽ ഒരിക്കലാണ്. ആ താങ്ക്സ് ഗിവിങ് അതൊരു വലിയ ആഘോഷമായി മാറുവാൻ ഇടയായി തീരരുത്. ആ താങ്ക്സ് ഗിവിങ് വീഞ്ഞു കുടിച്ച് മാത്രമായി തീരുവാൻ ഇടയായി തീരരുത്. അത് ദൈവ സന്നിധിയിൽ വന്നിരുന്നു കൊണ്ട് ദൈവത്തോട് നന്ദി കയറ്റുമ്പോൾ അത് ദൈവത്തിന് നമുക്കതൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നിൻ്റെ ബ്ലെസ്സിങ്സിനായി, നിൻ്റെ പ്രൊവിഷൻസിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് കർത്താവേ ഗീവ് us a spirit of gratitude to honor you daily. കർത്താവേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. നിന്നോട് നന്ദി പറയുവാനുള്ള, നിന്നോട് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുവാനുള്ള, നിന്നോട് താങ്ക്സ് ഗിവിങ് പറയുവാനുള്ള ഒരു ഹൃദയത്തെ, ഒരു സ്പിരിറ്റിനെ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇന്ന് രാത്രി നീ പകരണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാകുന്നു. ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ബന്ധനങ്ങളും ഇതാ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഭവനങ്ങളിൽ, സഭകളിൽ ബന്ധനത്തിൽ കിടക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഹല്ലേലൂയ, രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഇരുന്ന് ഹല്ലേലൂയ നടക്കാൻ കഴിയാത്തവരെ എഴുന്നേറ്റ് നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ശുശ്രൂഷകന്മാർ അത് ചെയ്തുവെങ്കിൽ ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് ആവശ്യപ്പെടുന്ന ദൈവമേ, നന്ദി കർത്താവേ. നന്ദി 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 നന്ദി. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.